സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുക്കി പാടാമൊരു മനമാ സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിയിടുമോദാം പാടാമൊരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവജീവിത ബലിയിടുമോദാം വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുക്കി സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുക്കി കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൽ കാൽവരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവണിയും രക്ഷാകര സന്ദേശത്തിൽ സാക്ഷികളായി തീരാം പുതു ചൈതന്യത്താൽ നിറയാം ആത്മാവിൽ ജീവൻ നേടാം സാക്ഷികളായി തീരാം പുതു ചൈതന്യത്താൽ നിറയാം ആത്മാവിൽ ജീവൻ നേടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിന്റെ ആത്മാവോടുകൂടെ. ഈശോയിലെ ഏറ്റവും സ്നേഹവാത്സല്യം നിറഞ്ഞവരെ ദൈവസന്നിധിയിൽ വിനയത്തോടെ പരിശുദ്ധിയോടുകൂടി നമുക്കായിരിക്കാം. ദൈവം അനുഗ്രഹം നിറഞ്ഞ ഈ ദിവസം നമുക്ക് നന്ദി അർപ്പിക്കാം. കരങ്ങൾ കൂപ്പി കർത്താവിൻ്റെ ക്രൂശിതത്തിലേക്ക് നോക്കുക. നമ്മുടെ കുടുംബത്തെ മുഴുവനും ദൈവത്തിന് സമർപ്പിക്കുക. വിശുദ്ധമായ സുവിശേഷം നമ്മോടൊന്ന് പറയുന്നത് ഫരിസേയരും നിയമത്തിലും എല്ലാം ഈശോയോട് പറയുന്നു, അങ്ങയുടെ ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഉപവസിക്കാത്തത്? ഈശോ പറയാണ്, മണവാളൻ കൂടിയുള്ളപ്പോൾ വിവാഹ അതിഥികൾ ഉപവസിക്കുന്നു. മണവാളൻ എന്ന് അവർ നെടുക്കപ്പെടുന്നു, അന്നാണ് അവർ ഉപവസിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് സന്തോഷങ്ങളുടെ ദിനങ്ങളിൽ വളരെ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടിയായിരിക്കും. എന്നാൽ ദുഃഖങ്ങളോ വേദനയോ ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിനുവേണ്ട ഒരുക്കങ്ങളും എല്ലാം ചെയ്യണം. തീർച്ചയായും പ്രയാസങ്ങളും സന്തോഷങ്ങളും വിജയങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ദൈവം നൽകും. അപ്പോൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശ്വസ്തയോടെ പരിശുദ്ധിയോടെ മുന്നേറുക. ദൈവം ഉപവസിക്കാൻ പറയുന്ന സമയത്ത് ഉപവസിക്കുക. ദൈവം സന്തോഷിക്കാൻ പറയുന്ന സമയത്ത് സന്തോഷിക്കുക. അതിൻ്റെ ദൈവികമായ പദ്ധതികൾ നിറവേറ്റുന്ന മക്കളായിരിക്കാം. നമുക്കറിയാവുന്ന പരിശുദ്ധ മാതാവിൻ്റെ 8 നോൻപിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. മാതാവ് ദൈവിക പദ്ധതിയോട് സന്തോഷത്തോടെ ഇന്ന കർത്താവ് ദാസി എന്ന് പറയുക. അത് മരണം വരെ, അതും ഈശോയുടെ കുരിശുമരണം വരെ, അതിനുശേഷവും ശിഷ്യന്മാർക്ക് വേണ്ടി ആ ദൈവിക പദ്ധതിയോട് സഹകരിച്ച പരിശുദ്ധ മാതാവ്. നമ്മൾ പിതാവിനോട് ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ വലിയ സ്വർഗീയ പിതാവിനെ അർപ്പിക്കാം. ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ശക്തിയും കൃപയും നമുക്ക് എല്ലാവർക്കും നൽകണമേ. ഇന്ന് ഈ പരിശുദ്ധമായ ബലി നാം അർപ്പിക്കുമ്പോൾ ചെല്ലിക്കോട്ടത്തിൽ ഫ്രാൻസിസ് കുടുംബത്തിന് നിയോഗങ്ങൾ, മുരിക്കശ്ശേരി ഉഷ മത്തായിയുടെ കുടുംബ നിയോഗങ്ങൾ, കൊല്ലംപറമ്പിൽ ഡേസി ജോസഫിൻ്റെ കുടുംബ നിയോഗങ്ങൾ, ഈ കുടുംബത്തെയും മക്കളെയും എല്ലാം ഒരു നിയോഗങ്ങളെയും ഈ ബലിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കുരിയച്ചനെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മരണമടഞ്ഞു പോയിരിക്കുന്ന NC ജോർജ് നീരക്കൽ, പോൾ റീത്ത ജോർജ്, പനക്കുള്ള ആന്റണി അമ്മണി, പുള്ളിക്ക് സേവ്യർ, കൈനവേലിക്കത് പീറ്റർ സ്റ്റീഫൻ, ഡാനിയൽ തമ്പലോടത്ത്, ഷൈജു ഫ്രാൻസിസ്, മാത്യു മണപ്പറമ്പിൽ, ജോയി പാലത്തിങ്കൽ, ശുദ്ധിക സാധിക്കുക. മരിച്ചുപോയ എല്ലാവരെയും ഇവരെ സമർപ്പിക്കാം. ഇന്ന ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. അന്നമ്മ സജി, ഷീബ, ഈ മക്കൾ നിയോഗം പരിപൂർണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജസ്റ്റിൻ, ദീപ,
ജഫീന എൽസബത്ത് ജോസഫ്, ആൻഡ്രേ ഗാർവി, അക്ഷയ് സെബാസ്റ്റ്യൻ മറിയം, ബിജുവില്ല, അന്ന കത്രവേനിയ, റിജോയ് ജിഷ ആൽവൻ, ഡോറിസ് ജേക്കബ്, സീന ലില്ലി, ജോസ് എൻട്രിക് ഐറിൻ, വർഗീസ് ട്രീസ ജോസഫ് ജോർജ്, ആൻഡ്രൂ ജോസഫ്, ഡോക്ടർ റോസ്, ഡോക്ടർ സ്റ്റീവ്, ഡോക്ടർ മിറർ, ഡോക്ടർ സജി മാത്യു, ഡോക്ടർ വിൻസ്റ്റൺ, ഇവരെല്ലാ നിയോഗങ്ങളും ഇവരെ സമർപ്പിക്കാം. നമ്മുടെ ഓരോ കുടുംബത്തെയും ഇവരെയും പങ്കുചേരുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പാപങ്ങൾ, തെറ്റുകൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുമല്ല, കാര്യങ്ങൾ കുറിപ്പിടിക്കാം. എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഏറ്റുമല്ല. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ ആകയാൽ നിതിനെയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങേ പ്രിയപുത്രന്റെ തിരുഹൃദയത്തിൽ അഭിമാനിച്ചു അവൾ സ്നേഹത്തിന് വിസ്മയനീയമായ അനുഗ്രഹങ്ങൾ അനുസ്മരിക്കുന്നത് ആ സ്വർഗീയ നിറവേന്നതും നിറഞ്ഞു കവിയുന്ന കൃപ സ്വീകരിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണം. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ലയിക്കത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്നു ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. ഒന്നാം വായന വിശുദ്ധ പൗലോസ് അപ്പോസ്തലർ കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് 4-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തും. സഹോദരരെ, ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥനുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. കാര്യസ്ഥന്മാർക്ക് വിശ്വസ്തത കൂടിയേ തീരൂ. നിങ്ങളോ ഏതെങ്കിലും ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അത് ഞാൻ കാര്യമാക്കുന്നില്ല, ഞാനും എന്നെ വിധിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്ന് എനിക്ക് ബോധ്യവുമില്ല. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് അർത്ഥവുമില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാണ്. അതിനാൽ മുൻകൂട്ടി നിങ്ങൾ വിധി പ്രസ്താവിക്കരുത്. കർത്താവ് വരുന്നതുവരെ കാത്തിരിക്കുവിൻ. അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണല്ലോ. അപ്പോൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പ്രശംസ ലഭിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിന്റെ രഹസ്യങ്ങൾ സാധിച്ചു തരും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നിന്റെ ജീവിതം കർത്താവിന് ഭാരമേൽപ്പിക്കുക. കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുക, എന്നാൽ നിനക്ക് സ്ഥിരപ്രതിഷ്ഠ ലഭിക്കും. കർത്താവ് നീതിയെ സ്നേഹിക്കുന്നു, അവിടുന്ന് നിന്റെ വിശുദ്ധരെ പരിത്യജിക്കുകയില്ല. നീതിമാന്മാർ എന്നേക്കും പരിപാലിക്കപ്പെടും. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കഷ്ടകാലത്ത് അവരുടെ അഭയകേന്ദ്രം അവിടെ നിന്നാണ്.
കർത്താവ് അവരെ സഹിക്കുകയും വിമോചിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അവരുടെ ദുഷ്ടരിൽ നിന്ന് മോചിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നു. നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവന് ജീവന്റെ പ്രകാശമുണ്ടാകും. നിയമസ്ഥരും ഫരിസേയരും യേശുവിനോട് പറഞ്ഞു, യോഹന്നാന്റെ ശിഷ്യന്മാർ പലപ്പോഴും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഫരിസേയരും ശിഷ്യരും അങ്ങനെ തന്നെ. എന്നാൽ നിന്റെ ശിഷ്യന്മാർ മാത്രം തിന്നുകുടിച്ച് നടക്കുകയാണ്. യേശുവോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴന്മാരെ കൊണ്ട് ഉപവസിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ മണവാളൻ അവരിൽ നിന്നും അകറ്റപ്പെടുന്ന ദിനങ്ങൾ വരും. അപ്പോൾ അവർ ഉപവസിക്കും. അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷ്ണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ചേർക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം കീറും എന്ന് മാത്രമല്ല, പുതിയ കഷ്ണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതുവീഞ്ഞ് പഴയ തോൽക്കുടം ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വയ്ക്കുന്നത്. പഴയ വീഞ്ഞ് കുടിച്ച് ഒരുവന് പുതിയ വീഞ്ഞ് ഇഷ്ടപ്പെടുകയില്ല. പഴയതാണ് മെച്ചമെന്നല്ലേ പറയുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഞങ്ങളുടെ ജീവന്റെയും മനുഷ്യബന്ധമായി ഈ അപ്പം സ്വീകരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യും. സർവ്വ സൃഷ്ടികളിൽ അറിവാനുണ്ട്. സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കും. സർവശക്തനായ കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ അവാച്യമായ സ്നേഹം ഞങ്ങൾ എത്ര കണ്ണാക്കണമേ. ഞങ്ങൾ സമർപ്പിക്കുന്നത് അങ്ങേക്ക് സ്വീകാര്യമായ കാഴ്ചയും ഞങ്ങളുടെ പാപത്തിന് പരിഹാര വിലയുമായി തീരണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടി ആത്മാവോടുകൂടി ഹൃദയങ്ങൾ ഉയർത്തുകയും ഞങ്ങൾ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കും. അത് ഹിതവും ന്യായവും. കർത്താവേ, പരിശുദ്ധനായ പിതാവേ,
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എന്നും എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് ഉചിതവും ന്യായവും യോഗ്യവുമാണ്. കുരിശിലുയർത്തപ്പെട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി വിസ്മരണീയമായ സ്നേഹത്താൽ തന്നെ തന്നെ നൽകുകയും തിരുസഭയുടെ ഉദാശവും നിർവഹിക്കുന്ന കുത്തിത്തുറക്കപ്പെട്ട വിലാവിനും ചോരയും നീരും ചൊരിയുകയും ചെയ്യും. അങ്ങനെ രക്ഷകന്റെ തുറന്ന ഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടും. എല്ലാവരും സന്തോഷപൂർവ്വം ആ നീരുറവയിൽ നിന്നും പാനം ചെയ്യുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നവരും. ആകയാൽ എല്ലാ മാലാഖമാരും സകല വിസ്തരോട് ചേർന്ന് എളിമയോടെ ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ് ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങേ മഹിമകള നിറഞ്ഞു മഹിയും വിണ്ടലും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവ് തിരുനാമത്തിൽ വരുവോനെ ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കരങ്ങൾ കൂപ്പി മുട്ടുകൾ മടക്കി കർത്താവിന്റെ കുരിശുവിലേക്ക് നോക്കാം. നമ്മെ പരിപൂർണമായി ദൈവകരങ്ങൾ സമർപ്പിച്ച ദൈവമേ, അങ്ങയെ ആരാധിക്കുന്ന കൃപ അങ്ങയുടെ മകനായ മകളായ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാണ്. ആകയാൽ അങ്ങയെ ആത്മാവാൽ മഞ്ഞുകണങ്ങൾ പോലെ ഈ കാണിക്കകൾ അങ്ങ് പവിത്രമാണ്. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനമാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ പാവനമാ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരിച്ചു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാണ്. യേശുവേ നാഥാ, പ്രകാരം തന്നെ താഴെ പാനപാത്രം വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടറിയിച്ചു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ജീവനുമെൻ്റെ സർവസ്വം മുൻപിലണച്ചു കുമ്പിടുന്നു. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയും. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ ഈ എളിയവരും പാപികളുമായി ഞങ്ങളെ അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞു. ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരാൻ ഞങ്ങൾ എല്ലാവരെയും പരിശുദ്ധാത്മാവിനെ ഒന്നായി ചേർക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയോർക്കണം. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, എല്ലാ കർദിനാളന്മാർക്ക് വേണ്ടി,
അതിന് അധ്യക്ഷനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന് വേണ്ടി മറ്റെല്ലാ വൈദികർ, സന്യാസികൾ, അൽമാരും ഉൾപ്പെടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണം. ദൈവമേ, ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് വിളിച്ച ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരിച്ചുപോയ എല്ലാവർക്കും സ്വർഗ സൗഭാഗ്യം നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കുരിയച്ചനെയും മറ്റെല്ലാവരെയും, ഈ എളിയവരായ ഞങ്ങളെ എല്ലാവരെയും, ഈ ബലിയെ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധകന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവും സാർവത്രിക സഭയുടെ മധ്യസ്ഥം ഞങ്ങൾ സ്വകീയ മധ്യസ്ഥമായ വിശുദ്ധ ഔസേപ്പിതാവും അപ്പസ്തല ഗണത്തോടും ഇന്നത്തെ തിരുനാൾ കാരണവനായ വിശുദ്ധ റൊസാരിയോടും മറ്റെല്ലാ വിശുദ്ധരുമൊത്ത് നിത്യയിൽ പങ്കുചേർന്നു ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളെയും അനുഗ്രഹിക്കണം. കരങ്ങൾ കൂപ്പി ത്രിയേകദൈവത്തെ ആരാധിക്കാം. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായി അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് രക്ഷാകരമായ കൽപ്പനകൾ ഉത്ബോധനായി ദിവ്യോപദേശങ്ങൾക്കായി സ്വർഗീയ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം നിങ്ങൾക്ക് തരയണമേ. ഞങ്ങൾ തെറ്റുകയോടെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണം. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിക്കണം. ഈ കാലയളവിലും ഞങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങൾ യേശുവിനായ യേശുക്രിസ്തുവിൻ്റെ ആഗമന പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങളെല്ലാവരും ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപങ്ങൾ മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പോസ്തലന്മാരെ ചെയ്തു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങയെ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങയെ തിരുവള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചുകൊള്ളിയാലും എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം കർത്താവിൻ്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളെ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്ക് ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നത് ദിവ്യ കുഞ്ഞാട് വേഷണിക്കപ്പെട്ട നമ്മളെല്ലാവരും ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം. ക്രിസ്തുവിന്റെയും ക്രിസ്തുവിലേക്ക് നമ്മളെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ഈശോയേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ദിവ്യകാലത്തിലൂടെ അരൂപിയാൻ അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. ആമേൻ.
ഞങ്ങൾ ദിവ്യസ്നേഹത്താൽ തീഷ്ണതയുള്ളവരാക്കുന്നു. അങ്ങേ പ്രിയപുത്രനെ അനുഗമിക്കുന്നവർ അങ്ങയിലേക്ക് നിരന്തരമായി ആകർഷിക്കപ്പെട്ടു സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഭൂമിയിൽ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർ നിരാലംബരായ മക്കളുടെ ദിവ്യസാന്ദ്രമായി പരിസരനികാമാതാവിനെ ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായ പിതാവെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ആവശ്യ ദിനങ്ങളിൽ മനുഷ്യരെ സഹായിക്കുവാൻ സദാ സന്നദ്ധനായിരിക്കുന്ന പരിസരനികാമറിയം വഴി കാനായിലെ കല്യാണ വിരുന്നിൽ സഹായമില്ലെന്ന പോലെ ഞങ്ങളുടെ ദുഃഖങ്ങളിൽ അമ്മയുടെ സഹായം എന്നും ഉണ്ടാകണമേ. മാനസികവും ശാരീരിക ആത്മീയമായ അനാരോഗ്യത്താൽ വിഷമിക്കുന്ന ഞങ്ങൾ അങ്ങേ സന്നിധി പ്രത്യാശയുടെ സ്വർഗീയ മാതാവേ അങ്ങേ ദിവ്യ സാന്ത്വനം നൽകി ഞങ്ങളെ സഹായിക്കണമേ. വെള്ളാങ്കണ്ണി മാതാവിനോടുള്ള മാതാവിൻ്റെ ജനത്തിനാളനുബന്ധിച്ചുള്ള നൊവേന നമുക്ക് ഒരുമിച്ച് ഏറ്റുമെല്ലാം എല്ലാവരും ഏറ്റുവല്ലുക. ഓ ദിവ്യകന്യകേ, ഈശോയുടെ അതിനിർമ്മലമായ മാതാവാകുവാൻ നിത്യകാലം മുതൽക്കേ ആരാധനയാൽ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ദിവ്യനാഥന്റെ മനുഷ്യാവതര വേളയിലും നിന്റെ നിർമ്മല ഉദരത്തിൽ നീ അവിടുത്തെ സംഭവിച്ച 9 മാസം നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിക്കുവാൻ നിന്റെ ഈ വിനീതദാസനായ ഞങ്ങളെ അനുവദിച്ചാൽ ദുഃഖിതരിലും അലിവേറും നാഥേ എന്റെ തീവ്ര പ്രാർത്ഥനകൾ വഴി ആനന്ദത്തെ നവീകരിക്കുവാനോ വർദ്ധിപ്പിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എന്റെ ആത്മാർത്ഥമായ ആഗ്രഹം. അവാച്യമായ ആനന്ദത്തെ ഭക്തിയാ അനുഷ്ഠിക്കുന്നവർക്ക് നീ പറഞ്ഞത് അപ്രത്യേക സംരക്ഷണം കഷ്ടതകളിൽ ക്ലേശിക്കുന്ന എനിക്ക് തരിക. അങ്ങേ തിരുക്കുമാരന്റെ അനന്ത കാരുണ്യത്തിൽ ആശ്രയിച്ച് ചോദിക്കുന്ന ഏവനും സ്വീകരിക്കും എന്ന തന്നെ വാഗ്ദാനത്തിനെ ശരണപ്പെട്ടു നിന്റെ പ്രാർത്ഥനകളാൽ വല്ലഭത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞു ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നവനാൾ വഴി ഞാൻ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ നൽകുക. ദൈവഹിതമെങ്കിൽ എനിക്ക് നീ ലഭിച്ചു തരണമേ.
പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുക. അപേക്ഷിക്കാം. അങ്ങേ മകത്തിനായി ഞാൻ സമർപ്പിക്കുന്ന ഈ നവനാൾ വഴി അങ്ങേ മാധ്യസ്ഥ്യം എന്റെ സജീവമായ വിശ്വാസം പ്രകടമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ തിരുകുമാരൻ ഈ തിരുവചനത്തിൽ വസിച്ച നാളുകളിൽ നീ അനുഭവിച്ച അലൗകികമായ സ്നേഹത്തിന്റെ മഹിമയ്ക്കായി ഈ ആഗ്രഹത്തെ സ്വീകരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായുള്ള എന്റെ വണക്കം കുറിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സുവിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സുവിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സുവിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സുവിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സുവിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സുവിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സുവിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നന്മാർന്ന മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സുവിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. ഓ ദൈവമാതാവേ, ഓ ദൈവമാതാവേ, ഗബ്രിയേൽ ദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് അഭിവാദനം ചെയ്ത ആദ്യ വണക്കത്തോട് ഒന്നിച്ച് ചേർത്ത് ഞങ്ങളുടെ അഭിവന്ദനങ്ങളെ അങ്ങ് സ്വീകരിക്കണം. അങ്ങയുടെ കേവലം മഹിമാകിരീടത്തിലെ ലോകാന്ത്യം വരെ പ്രഭ വളർത്തുന്ന രത്നകലങ്ങളായി അവയെ ഓരോന്നും മാറണമെന്ന് എന്റെ ആത്മാർത്ഥമായ പ്രത്യാശ. അങ്ങേ വല്ലഭമേറും മാധ്യസ്ഥ വഴി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും വചനം മാംസമായി എന്ന അനുഗ്രഹിച്ച ആനന്ദ വായ്പിനായി എനിക്ക് ലഭിച്ചിരണമേ എന്ന് വേഗനമാരുടെ ആശ്വാസമായ എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മഹത്വത്തിനായി എക്കാലവും ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഞാൻ ഈ ഉദ്യോഗത്തിനായി കാഴ്ചവെക്കുന്നു. ഹൃദയത്തെ എന്നും എരിയിച്ച സ്നേഹാർദ്രമായ ഈശോയുടെ ഹൃദയ സ്നേഹത്തെ പ്രതി എന്റെ എളിയാചനകൾ കേൾക്കണമേ. എന്റെ അപേക്ഷകൾ സാധിച്ചെന്നമേ വിനീതമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ കേൾക്കണമേ. കർത്താവേ ഞങ്ങളോട് കരുണയോടെ കേൾക്കണമേ. ആകാശനികര പാമ്പരാനെ അനുഗ്രഹിക്കണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്താൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യമാതാവ്. മാലാഖമാരെ സൃഷ്ടിക്കപ്പെട്ടവർ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ ആരോഗ്യമാതാവ്. ആദ്യത്തിന് ഏതെന്തോടെ ദിവസം വെളിപ്പെടുത്തിയ ആരോഗ്യമാതാവ്. പ്രവാചകന്മാരെ പ്രകീർത്തിയായ നക്ഷത്രമായ ആരോഗ്യമാതാവ്. ലോകത്തെ നന്മയെ കൈവരുത്തുന്ന വേഗമായ ആരോഗ്യനാഥേ. നന്മയുടെ നികേതനമായ ആരോഗ്യനാഥേ. പിതാക്കന്മാരാൽ പുണ്യവതി എന്ന് പ്രകീർത്തിച്ച ആരോഗ്യമാതാവ്. ജന്മമാ വഴിയെ ഉത്ഭവിച്ച ആരോഗ്യനാഥേ. തല തകർത്ത ആരോഗ്യമാതാവ്. ഇസ്രായേലിൽ മരിച്ച 16 രാജാക്കന്മാരുടെ പിൻഗാമികളുടെ
ഉന്നത ഗോത്രത്തിൽ ഇരുന്ന ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോവാക്യമിന്റെയും അന്നായുടെയും ശിശുവായ ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വളരെ വയസ്സായ മാതാപിതാക്കൾ ജാതി ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവ്വമാതാക്കന്മാരെക്കാളും വിശുദ്ധവേറും ശോഭയോടെ ജാതിയായ ആരോഗ്യമാണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അധികം ഭക്തിയോടെ ലോകത്തിലേക്ക് വന്ന ആരോഗ്യമാണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവപ്രസാദ അധികമായ ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദേവപ്രസാദത്തിന് പുറമെ ദൈവിക ബന്ധത്താൽ അനുഗ്രഹ ആരോഗ്യമാണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെക്കാളും നന്മസ്വരുടെ ആരോഗ്യമാണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയ പ്രമേയാൽ ജനാവസ്ഥയിൽ തന്നെ അനുഗ്രഹ ആരോഗ്യമാണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തന്റെ ജനത്താൽ സ്വർഗവാസികൾക്ക് ഇമ്പവരുടെ ആരോഗ്യമാണേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജനാന്തരം വിളംബരം ചെയ്ത ദൈവത്തിന് സമർപ്പിതമായ ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മേരി എന്ന അതിൽ നാം സ്വീകരിച്ച ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 3 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ട ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പുണ്യങ്ങളാൽ ഏറ്റവും അധികം ശുഷ്കാന്തിയിൽ വിവരിച്ച ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാലയ നിവാസികളെ മാതൃക ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പീഡകൾ മാറ്റുന്ന ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അതിൽ ആശ്രയിക്കുന്നവരുടെ അപ്രമാദ സംഗീതമായ ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധയുടെയും സ്വർഗീയ കിരീടമായ ആരോഗ്യനാഥേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാവങ്ങൾ നയിക്കുന്ന ദൈവകുഞ്ഞ്, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഭൂലോക പാവം നയിക്കുന്ന ദൈവികുഞ്ഞ്, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഭൂലോക പാവം ദൈവകുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശ്വരശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകും. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ അതിനിർമ്മല മാതാവാകുവാൻ ഭാഗ്യപ്പെട്ട കന്യകാമരിയെ, നിന്റെ അവാച്യമായ ജീവന്മാരെ തിരഞ്ഞെടുത്ത ദൈവമേ, സന്തതം സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ ഞങ്ങൾക്കായുള്ള പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന വഴി കാരുണ്യപുരം ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരമോസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ഋത്വിക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം. ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൊഴിച്ചും ഉണ്ടായിരിക്കട്ടെ. ദൈവിക പദ്ധതികളോട് അനുസരണയും എളിമയും കാട്ടിയ പരിശുദ്ധ അമ്മയുടെ കാൽക്കൽ നമ്മളായിരുന്നുകൊണ്ട് ഈശോയെ ആരാധിക്കാം. അമ്മയോട് ചേർന്നാണ് ഈശോയെ ആരാധിക്കുന്നത്. പ്രിയമുള്ളവരെ, മാതാവിനോട് ചേർന്ന്, ഔസേപ്പിതാവിനോട് ചേർന്ന്, മാലാഖമാരിൽ ചേർന്ന്, വിശുദ്ധന്മാരിൽ ചേർന്ന് നമുക്ക് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാം. ഈ സുന്ദരമായ സുന്ദരം കാണുക. ഈ പ്രഭാതം പൊട്ടി വീഴുമ്പോൾ നമുക്ക് എഴുന്നേൽക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ ആയിരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് നന്ദി പറയുക. ഈശോ പറയുന്നു, എനിക്ക് നിന്നോട് സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലമാണ്. ആര് മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നിന്റെ രൂപം എൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്നു. പ്രിയ മകനെ, മകളെ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അപ്പമായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യ എഴുന്നള്ളിക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവ് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
രാജാവ്. ഓർക്കുക, പഴയ നിയമത്തിൽ മോശയോട് ദൈവം പറഞ്ഞു, ഇസ്രായേൽ ജനം നയിക്കുവാൻ ഈജിപ്തിലേക്ക് പോകാം. മോശ പറഞ്ഞ, ദൈവമേ വിക്കനാണ്, സംസാരിക്കില്ല, അറിവില്ല, പാണ്ഡിത്യമില്ല. ദൈവം പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാൻ. മോശ പോയി ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് വരുന്നു. പ്രിയമുള്ളവരെ, ജെറമിയായോട് ദൈവം പറഞ്ഞു, നീ ചെല്ലുക, എൻ്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണുക, അവർ രക്ഷിക്കുക. ജെറമിയ പറഞ്ഞു, ഞാനൊരു ബാലനാണ് ദൈവമേ, ഒരു കൊച്ചു ബാലൻ, എനിക്ക് സംസാരം കാണുമൊന്നുമില്ല. ദൈവം പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക. പ്രിയമുള്ളവരെ, ജെറമിയായെ പൊട്ടക്കടലിലിട്ടു, ജനങ്ങൾ കൊല്ലാൻ നോക്കി. എന്നാൽ ദൈവം പൊട്ടക്കടലിൽ ചെയ്തു എല്ലാ ആപത്തുകളും ജെറമിയായെ കാത്തു പരിപാലിച്ചു. ജനങ്ങളെ കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു. യെശയ്യാവ് പറഞ്ഞു, നീ എൻ്റെ ജനത്തോട് നീ പ്രവചിക്കാം. യെശയ്യാവ് പറയാണ്, ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവരും അശുദ്ധമായ മധ്യയെ വസിക്കുന്നവരുമാണ്. യേശു പറയുന്നു, ഇതാ എൻ്റെ വചനത്തിന്റെ അഗ്നി ഞാനിതാ നിന്റെ നാവിലേക്ക് വയ്ക്കുന്നു. പ്രിയമുള്ളവരെ, യെശയ്യാവ് കർത്താവിന്റെ വചനം പ്രഘോഷിക്കുവാൻ ഇതാ പുറപ്പെടുകയാണ്. നമുക്ക് മുട്ടുമേനിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ വലിയ ദിവസാനെ ഈ ആരാധന ദിവസം എല്ലാ രോഗികളെയും സൗഖ്യപ്പെടണമേ, എല്ലാ കുടുംബങ്ങളെയും രക്ഷിക്കണമേ. ഈ ആരാധനയിൽ അങ്ങ് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും രോഗങ്ങൾ സൗഖ്യപ്പെടണേ. കർത്താവേ, എവരും മകന്റെ കാലിന് പരിപൂർണമായ സൗഖ്യം ലഭിക്കണമേ. കർത്താവേ, രോഗസൗഖ്യം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ. അത്ഭുതവതിയെ മാതാവേ,